നടി അനന്യ മരിച്ചതെങ്ങനെ? അവരുടെ മരണവിവരം വീട്ടുകാർ പുറത്തുവിട്ടു. അത് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയാണ് മരണവിവരം പുറത്തുവിട്ടത്. അനന്യ രാജിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് മാതാപിതാക്കൾ പറയുന്നുണ്ട്. അവരുടെ ആ കുട്ടിയുടെ ആത്മാവിന് മോക്ഷം ലഭിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ മാതാപിതാക്കൾ പ്രതികരിക്കുന്നത്. 6-7 മാസമായി അവർ ബെഡ് റിഡനായിരുന്നു, അല്ലെങ്കിൽ ശാരീരികവും മാനസികമായ അവസ്ഥയിൽ വീട്ടിൽ കഴിയുകയായിരുന്നു, ഹോസ്പിറ്റലിൽ കഴിയുകയായിരുന്നു എന്നൊക്കെയാണ് വാർത്തകൾ വന്നത്. നല്ലൊരു നടി തന്നെയായിരുന്നു അനന്യ രാജ്. അവർ ഒട്ടേറെ സംഗീത ആൽബത്തിൽ കൂടെയാണ് അവർ പ്രശസ്തയായത്. ബോംബെയിൽ വളർന്ന അനന്യ രാജ് എന്ന പെൺകുട്ടി പെട്ടെന്ന് സംഗീതത്തിൽ കൂടെ അടിയും പാടിയും പ്രശസ്തയായി. പിന്നീട് 2017 ഒരു സിനിമയിൽ, ബോംബെയിലെ വളരെയധികം കളക്ഷൻ ലഭിച്ച ഒരു സിനിമയിൽ അഭിനയിച്ചു. 7 Hours to Go എന്ന ചിത്രത്തിലൂടെയാണ് അവർ പ്രശസ്തയായത്. അതിനുശേഷം ബോളിവുഡിലേക്ക് അവർ ചുവട് വെച്ച് നടന്നു. 2017 ദ ഫൈനൽ എക്സിസ്റ്റ് എന്നൊരു സിനിമ, അത് നല്ല കളക്ഷൻ ഉണ്ടായി. അനന്യ രാജിനെ ബോളിവുഡ് രംഗം അവരെ സ്വീകരിച്ചു. അവർക്ക് ധാരാളം ആരാധകരുണ്ടായി. അതോടൊപ്പം തന്നെ ഒരു ഇൻഫ്ലുവൻസർ പങ്കജ് ശർമ്മ എന്ന ആൾ 7 മാസം മുമ്പ് അവരുമായിട്ട് ഫോണിൽ സംസാരിച്ചു എന്നാണ് പറയുന്നത്. രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു സിനിമ എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലുമായിരുന്നു. ഏതായാലും 7 മാസം മുമ്പ് അവർ ഫോണിൽ സംസാരിച്ച് അവരെ മാനസിക അസ്വസ്ഥതകളിൽ നിന്ന് അവർ മാറി രംഗത്ത് വരും എന്നാണ് പങ്കജ് ശർമ്മ പറഞ്ഞത്. ഏതായാലും അയാളുമായിട്ട് ഒരു സിനിമയിൽ ഒന്നിച്ച് അഭിനയിക്കാൻ, അല്ലെങ്കിൽ അയാളുടെ ഡയറക്ഷനിൽ അഭിനയിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞപ്പം അനന്യ രാജ് വീണ്ടും ആരോഗ്യ രംഗത്ത് വരും എന്നാണ് എല്ലാവരും കരുതിയത്. കഴിഞ്ഞ 1 വർഷമായിട്ട് അവർ ബെഡ് റിഡനായിരുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു വാർത്ത വന്നപ്പോഴാണ് അവർ മരിച്ചു എന്ന്. അവർ 7-8 മാസമായിട്ട് ബെഡ് റിഡൻ ആണെങ്കിലും വീട്ടുകാർ അവരുടെ അവസ്ഥയെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ അവരിപ്പം ഒരു വാർത്ത പുറത്തേക്ക് വിട്ടു. ഉറക്കത്തിൽ വളരെ സമാധാനത്തോടെ ഞങ്ങളുടെ മകൾ അനന്യ രാജ് മരിച്ചു എന്ന് മാതാപിതാക്കൾ കുറിച്ചു. കഴിഞ്ഞ 1 വർഷമായിട്ട് ശാരീരികവും മാനസികമായ വല്ലാത്തൊരവസ്ഥയിൽ കൂടി അവർ കടന്നു പോവുകയായിരുന്നു എന്ന് ബോംബെ ലോകത്തിന് അറിയാമായിരുന്നു. നല്ല അഭിനയ ചാതുര്യവും നല്ല സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി തന്നെയായിരുന്നു അനന്യ രാജ്. 2-3-4 സിനിമ കൊണ്ട് അവർ വളരെ പ്രശസ്തയായിരുന്നു. നല്ല അഭിനയ ചാതുര്യം ഉണ്ടായിരുന്നു. അവർ സംഗീത വീഡിയോകളിൽ കൂടെ ആണ് പതുക്കെ ബോംബെയിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. പിന്നീടാണ് നടിയായത്. ഒട്ടേറെ പേര് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഇതിനെ പ്രതികരിച്ച് കണ്ടു. എങ്ങനെയാണ് മരിച്ചത്, എന്താണ് കാരണം, എന്തായിരുന്നു അവരുടെ മാനസിക ശാരീരിക പ്രശ്നം, അതറിയാനായിട്ട് അവരുടെ ഫോളോവേഴ്സ് എല്ലാം ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഒട്ടേറെ കമൻറ്റുകൾ ഈ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഹിന്ദിക്ക് പുറമെ അവർ തെലുങ്കിലും അഭിനയിച്ചു. അവർ ആന്ധ്രാക്കാരിയായിരുന്നു മാതാപിതാക്കൾ ആന്ധ്രാക്കാരായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും ഈ പെൺകുട്ടി ജനിച്ചു വളർന്നതെല്ലാം ബോംബെയിലാണ്. തെലുങ്കിലും 1-2 സിനിമയിൽ അവർ അഭിനയിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും നടി പെട്ടെന്ന് ബോംബെ ലോകത്തും ഇന്ത്യൻ സിനിമാ വേദിയിലും അവരെ അഭിനയ ചാതുര്യം, അവരെ അഭിനയത്തിൻ്റെ മികവും അവരുടെ സൗന്ദര്യം കണ്ട് പെട്ടെന്ന് അവർ പ്രശസ്തയായതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ അവരുടെ മരണം എങ്ങനെ സംഭവിച്ചു എന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ട് അവർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ പ്രതികരിക്കുന്നത് നമ്മൾ കാണുന്നത്.